നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ഏപ്രിൽ 9 ബുധനാഴ്ച. ഞാൻ എം ജയപ്രകാശ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി തടഞ്ഞുവെക്കുന്ന ഗവർണർമാരുടെ നടപടിയിൽ സുപ്രീംകോടതി ശക്തമായി ഇടപെട്ടതാണ് ഇന്ന് പത്രങ്ങളിൽ പ്രധാന വാർത്ത. ഗവർണർക്ക് വീറ്റോ അധികാരം ഇല്ലെന്നും ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി വിധിച്ചു. ഗവർണറുടെ പവറിൽ വ്യക്തത വരുത്തി സുപ്രീംകോടതി ഗവർണർ അധികാരിയല്ല എന്നാണ് മാതൃഭൂമി തലക്കെട്ട്. ബില്ലുകൾ തടഞ്ഞ തമിഴ്നാട് ഗവർണറോട് സുപ്രീംകോടതി രാഷ്ട്രീയക്കളി വേണ്ട എന്ന് മലയാള മനോരമ ഹെഡ്ലൈൻ. ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതിനെതിരെ സുപ്രീംകോടതി ഗവർണർമാർക്ക് വീറ്റോ അധികാരമില്ല എന്ന് മാധ്യമം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിലായ വാർത്തയും പത്രങ്ങളിൽ പ്രാധാന്യത്തോടെയുണ്ട്. വർഷം 3.5 ലക്ഷം വിനോദസഞ്ചാരികൾ, വരുമാനം 65 കോടി. ടൂറിലൂടെ KSRTCക്ക് കോളടിച്ച വാർത്ത മാതൃഭൂമിയിലാണ്. വംശനാശം വന്ന ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിൽ നിർണായക കാൽവയ്പ്. 12,500 വർഷം മുൻപ് മൺമറഞ്ഞ ഡെയർ വുൾഫിനെ പുനഃസൃഷ്ടിച്ചു എന്ന വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ നൽകി. നോക്കാം പത്രത്താളുകളിലേക്ക്. ആദ്യം മാധ്യമത്തിലേക്കാണ്. തമിഴ്നാട് ഗവർണറുടെ നടപടി ഭരണഘടനാവിരുദ്ധം. ബില്ലുകൾ നിയമസഭ രണ്ടാമതും പാസാക്കിയാൽ 1 മാസത്തിനകം അംഗീകാരം നൽകണം. നിർണായക വിധി തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർമാർക്ക് വീറ്റോ അധികാരമില്ല എന്ന തലക്കെട്ടിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി. ഭരണഘടന ഗവർണർമാർക്ക് വീറ്റോ അധികാരം നൽകുന്നില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ ഗവർണർമാർ 1 മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ തടഞ്ഞുവച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് നിർണായക വിധി. 2020 ജനുവരി മുതൽ പരിഗണനയിലുള്ള 10 ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുകയും നിയമസഭ വീണ്ടും പാസാക്കിയതോടെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്ത ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും തെറ്റുമാണെന്ന് കോടതി വിലയിരുത്തി. 10 ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ ഏത് അനന്തര നടപടിയും അസാധുവാണ്. 2ാം തവണയും നിയമസഭ പാസാക്കി അയച്ചതോടെ 10 ബില്ലുകൾക്കും ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കപ്പെടുമെന്നും കോടതി വിധിച്ചു. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദപ്രകാരമാണ് ഗവർണർമാർ തീരുമാനമെടുക്കേണ്ടത്. ഭരണഘടന പോക്കറ്റ് വീറ്റോ അധികാരമോ സമ്പൂർണ്ണ വീറ്റോ അധികാരമോ വിഭാവനം ചെയ്യുന്നില്ല. ബില്ലുകൾക്ക് അനുമതി നൽകുക, നിഷേധിക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടുക എന്നീ നടപടികളാണ് ഗവർണർമാർക്ക് സ്വീകരിക്കാനാവുക. ഇതിൽ ആദ്യഘട്ടത്തിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അയക്കാനാവൂ. ആർട്ടിക്കിൾ 200 പ്രകാരമുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ ഗവർണർ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കണം. ബില്ലുകൾ വീണ്ടും നിയമസഭ പാസാക്കി അയച്ചാൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ടാവില്ല. ആർട്ടിക്കിൾ 200-ലെ 2ാമത്തെ വ്യവസ്ഥ ഹൈക്കോടതിയുടെയും സുപ്രീംകോടതിയുടെയും അധികാരങ്ങളെ ബാധിക്കുന്ന ബില്ലുകൾ മാത്രമാണ് ഇതിന് അപവാദമെന്നും കോടതി വ്യക്തമാക്കി. ഗവർണർമാർക്കല്ല ജനഹിതത്തിനാണ് വിലയെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി. രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമസഭകളുടെ വഴിമുടക്കുന്നത് ജനഹിതം ലംഘിക്കലാകുമെന്നും കോടതി നിരീക്ഷിക്കുന്നു. സ്റ്റാലിൻ ഇനി സർവകലാശാല ചാൻസലർ. ഗവർണർക്കു പകരം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തമിഴ്നാട്ടിലെ സർക്കാർ സർവകലാശാലകളുടെ ചാൻസലറാകും. മുഖ്യമന്ത്രിയെ ചാൻസലറാക്കുക, VCയെ നിയമിക്കാനുള്ള അധികാരം സർക്കാരിന് നൽകുക തുടങ്ങിയവയായിരുന്നു തമിഴ്നാടിന്റെ വിവിധ ബില്ലുകളിലെ ആവശ്യം. സുപ്രീംകോടതി വിധിയിലൂടെ ഈ ബില്ലുകൾ നിയമമായി മാറിയതോടെയാണ് സ്റ്റാലിന് ചാൻസലറാകാൻ വഴിയൊരുങ്ങുന്നത്. വിധി സംസ്ഥാനത്തിനും ബാധകമെന്ന് കേരളം.
ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടി നിയമവിരുദ്ധമെന്ന ചൊവ്വാഴ്ചത്തെ വിധി തങ്ങളുടെ കേസിനും ബാധകമാണെന്ന് കേരളം സുപ്രീംകോടതിയിൽ പറഞ്ഞു. അതിനാൽ തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചിലേക്ക് തങ്ങളുടെ ഹർജി മാറ്റണമെന്ന് കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മുൻപാകെ അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനം പറഞ്ഞില്ലെങ്കിലും കേസ് മെയ് 13 പരിഗണിക്കാമെന്ന് വ്യക്തമാക്കി. കേരളത്തിന്റെ ഹർജി ചൊവ്വാഴ്ച ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിനു മുൻപാകെ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പരിഗണനയ്ക്ക് വന്നിരുന്നില്ല. തമിഴ്നാടിന്റെ വിധി കേരളത്തിന് ബാധകമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ട രമണി പറഞ്ഞു. 7 ബില്ലുകളിൽ 4 അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടിയാണ് കേരളത്തിന്റെ ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വിജയമെന്ന് സ്റ്റാലിൻ. ഇത് ചരിത്രവിധി. വിജയം തമിഴ്നാടിനു മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും അവകാശപ്പെട്ടതാണ്. തമിഴ്നാട് സർക്കാരിന്റെ വാദങ്ങൾക്ക് അനുകൂലമാണ് സുപ്രീംകോടതി വിധി. സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണാവകാശങ്ങൾ ഇതിലൂടെ വീണ്ടും സ്ഥിരീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾ ഗവർണർമാർ തടയുന്ന പ്രവണത അവസാനിപ്പിക്കാൻ വഴി തുറന്ന സുപ്രീംകോടതിയുടെ ചരിത്രപരമായ വിധിന്യായത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ ഫെഡറൽ രാജ്യത്തിന് തുടക്കമിടാനുള്ള തമിഴ്നാടിന്റെ നിരന്തര പോരാട്ടത്തിലെ ഒരു നാഴികക്കല്ല് കൂടിയാണിതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. കേരളത്തിന്റെ ഹർജി മെയ് 13 പരിഗണിക്കും. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിന് എതിരായ കേരളത്തിന്റെ ഹർജികൾ മെയ് 13 ആരംഭിക്കുന്ന ആഴ്ച ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. മെയ് 13 ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത്. ഹർജികൾ ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന് വിടണമെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാർ ഗവർണർ RN രവിക്കെതിരെ നൽകിയ ഹർജിയിൽ വാദം കേട്ട് വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് പാർദിവാലയുടെ ബെഞ്ചായതുകൊണ്ടാണ് ആവശ്യമെന്നും സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. എന്നാൽ ആവശ്യത്തിൽ തീരുമാനം ഇപ്പോൾ പറയുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി. സുപ്രീംകോടതിയിൽ 2 ഹർജികളാണ് കേരളം ഫയൽ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ സെക്രട്ടറിക്കും ഗവർണറുടെ സെക്രട്ടറിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ നൽകിയ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെയാണ്. ഈ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് കേരളത്തിന്റെ ഹർജികൾ ജസ്റ്റിസ് JB പർദിവാല ബെഞ്ചിലേക്ക് വിടണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. വിജ്ഞാപനവുമായി കേന്ദ്രം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകി കേന്ദ്ര സർക്കാർ. ഹർജികൾ 15 പരിഗണിക്കും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയതോടെ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ. ചൊവ്വാഴ്ച മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി. നിയമത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ളവർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കെയാണ് കേന്ദ്ര നീക്കം. വിഷയത്തിൽ തങ്ങളെ കേൾക്കാതെ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി ഉടൻ പരിഗണിക്കില്ല. ഏപ്രിൽ 15 ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗും സംസ്ഥയും ഉൾപ്പെടെ നൽകിയ 12 ഹർജികളാണ് സുപ്രീംകോടതിയുടെ മുന്നിലുള്ളത്. നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് KNM മർക്കസുദ്ദ അവ സംസ്ഥാന കമ്മിറ്റിയും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനു വേണ്ടി കഴിഞ്ഞ ദിവസം ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഈ ഹർജികൾ ഉടൻ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സമസ്തയ്ക്കു വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയും സമാനമായ ആവശ്യമുന്നയിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാമെന്നായിരുന്നു കോടതി അറിയിച്ചത്. എന്നാൽ ചൊവ്വാഴ്ച സുപ്രീംകോടതി രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഈ ആഴ്ച ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യില്ലെന്നാണ് സൂചന. ബുധനാഴ്ച കഴിഞ്ഞാൽ ഏതാനും ദിവസം കോടതി അവധിയാണ്. അതിനാൽ ഏപ്രിൽ 15 ഹർജികൾ ലിസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് രജിസ്ട്രാറെ അറിയിച്ചതെന്നാണ് വിവരം. വിമതഭീതി. CPIയിൽ മത്സരത്തിന് വിലക്ക്. ചോദ്യത്തോട് രോഷാകുലനായി ബിനോയ് വിശ്വം. മത്സരം നടന്നാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്ത് വീണ്ടും നടത്തും. പാർട്ടി സമ്മേളനങ്ങളിൽ
കമ്മിറ്റികളിലേക്ക് മത്സരത്തിന് വിലക്കേർപ്പെടുത്തി CPI നേതൃത്വം. ഏതെങ്കിലും ഘടകങ്ങളിൽ മത്സരം നടന്നാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യാനും വീണ്ടും നടത്താനുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇക്കാര്യം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ അറിയിച്ചു. ഇതോടെ നേതൃത്വത്തിനെതിരെ പ്രതിഷേധവും പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. CPI പിന്തുടരുന്ന കേന്ദ്രീകൃത ജനാധിപത്യ സംഘടനാ ശൈലി അനുസരിച്ച് പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിനിധികളിൽ ആർക്കും മത്സരിക്കാൻ അർഹതയുണ്ട്. മത്സരത്തിന് അരങ്ങൊരുങ്ങിയാൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യുമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് പാർട്ടി വിരുദ്ധ തീരുമാനമെന്നാണ് പ്രതിഷേധമുയർത്തുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. നേതൃത്വത്തിനെതിരെ വിമർശനവും വിമത നീക്കവും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള പ്രതിരോധമാണ് മത്സരവിലക്കെന്നാണ് സൂചന. CPIയുടെ വിവിധ ജില്ലാ ഘടകങ്ങളിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. വിഭാഗീയതയ്ക്ക് പ്രോത്സാഹനം നൽകിയെന്നതിന്റെ പേരിൽ മുതിർന്ന നേതാവ് KV ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തത് ഈയിടെയാണ്. കഴിഞ്ഞ സമ്മേളനങ്ങളിൽ പല ജില്ലകളിലും മത്സരം അരങ്ങേറിയിരുന്നു. ഇക്കുറി പല ജില്ലകളിലും വിമതർ മത്സരത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത് തടയാൻ നേതൃത്വം മുൻകൂട്ടി രംഗത്തിറങ്ങിയത്. മത്സരവിലക്ക് സംബന്ധിച്ച ചോദ്യത്തോട് രോഷാകുലനായാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. കേരളത്തിൽ പാർട്ടി സമ്മേളനത്തിൽ മത്സരം വിലക്കിയത് അറിയില്ലെന്നാണ് CPI ജനറൽ സെക്രട്ടറി D. രാജ ഡൽഹിയിൽ പ്രതികരിച്ചത്. ജനുവരിയിൽ ബ്രാഞ്ച് സമ്മേളനത്തോടെ തുടങ്ങിയ CPI സമ്മേളനങ്ങൾ ഇപ്പോൾ ലോക്കൽ തലത്തിൽ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റിൽ ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 9 മുതൽ 12 വരെ ആലപ്പുഴയിലും നടത്താനാണ് തീരുമാനം. ഈ വാർത്തയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണമിതാണ്. പാർട്ടിയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ചിലത് ചെയ്യും. ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. മാധ്യമങ്ങളുമായി യുദ്ധത്തിനില്ല. എന്നാൽ വാർത്ത ചോർത്തി നൽകുന്നവരെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നീതിക്കായി പോരാട്ടത്തിന് കോൺഗ്രസ്. വാർത്ത മാധ്യമം 1-ാം പേജിൽ. പ്രമേയം ഇന്ന് AICC സമ്മേളനത്തിൽ അവതരിപ്പിക്കും. BJP ഭരണത്തിൽ കടുത്ത അനീതി വാഴുമ്പോൾ നീതിക്കായുള്ള പോരാട്ടത്തിന് ന്യായ് പഥത്തിലിറങ്ങുകയാണെന്ന് അഹമ്മദാബാദ് AICC സമ്മേളന പ്രമേയത്തിൽ കോൺഗ്രസ്. ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാനും ദക്ഷിണേന്ത്യയ്ക്കും ഉത്തരേന്ത്യയ്ക്കുമിടയിൽ വിയോജിപ്പുണ്ടാക്കാനും മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുമുള്ള നടപടികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. മതപരിവർത്തന നിരോധന നിയമങ്ങളും വഖഫ് ഭേദഗതി നിയമവും ഇതിന്റെ ഭാഗമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സർദാർ പട്ടേൽ സ്മാരകത്തിൽ നടന്ന കോൺഗ്രസ് വിശാല പ്രവർത്തക സമിതിയിൽ ചർച്ചയ്ക്ക് വെച്ച പ്രമേയം ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക അസമത്വം, ധ്രുവീകരണം, ഭരണകൂട ഭീകരത എന്നിവയാൽ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിൽ BJP സർക്കാർ ജനങ്ങളോട് അനീതി കാണിക്കുകയാണ്. നീതിക്കായുള്ള പോരാട്ടത്തിൽ ജനമൊന്നിച്ചാൽ ഒരു മർദ്ദക ഭരണകൂടത്തിനും നിലനിൽപ്പില്ലെന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ പ്രമേയം ഓർമ്മിപ്പിച്ചു. BJPയുടെ മാതൃസംഘടനയായ RSSന്റെയും യുവജന സംഘത്തിന്റെയും രീതികളോട് ഒത്തുപോകുന്നതല്ല ഇന്ത്യൻ ഭരണഘടന. 2000-ൽ ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ തന്നെ ഭരണഘടന പുനഃപരിശോധിക്കാൻ BJP സമിതിയുണ്ടാക്കി. അന്ന് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭത്തിലാണ് ആ നീക്കം തകിടം മറിഞ്ഞത്. 1951-ൽ സുപ്രീം കോടതി സംവരണം എടുത്തുകളഞ്ഞപ്പോൾ അത് പുനഃസ്ഥാപിക്കാനാണ് ആദ്യ ഭരണഘടനാ ഭേദഗതി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നത്. നീതിക്കായി നിശ്ചയദാർഢ്യത്തോടെ പോരാടാൻ മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും വിശുദ്ധ ഭൂമിയിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്ത പ്രവർത്തക സമിതിയിൽ പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ സംബന്ധിച്ചു. RJD നേതാവിന്റെ കൊലപാതകം, 5 BJP പ്രവർത്തകർക്ക് ജീവപര്യന്തം. വിചാരണ കോടതി വെറുതെ വിട്ട കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. രാഷ്ട്രീയ ജനതാദൾ നേതാവായിരുന്ന തൃശൂർ നാട്ടിക സ്വദേശി PG ദീപകിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട 5 BJP RSS പ്രവർത്തകരെ ഹൈക്കോടതി ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. പെരിങ്ങോട്ടുകര മരോട്ടിക്കൽ MS ഋഷികേശ്, പടിയം കൂട്ടാല വീട്ടിൽ KU നിജിൽ, തെക്കേക്കര ദേശത്ത് കൊച്ചാത്ത് KP പ്രശാന്ത്,
പൂക്കോട് പ്ലാക്കിൽ ശശാന്ത്, താന്യം വാലപ്പറമ്പിൽ വി പി ബ്രഷ്നേവ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 2015 മാർച്ച് 25-നാണ് കൊലപാതകം. BJP പ്രവർത്തകനായിരുന്ന ദീപക് ഏതാനും വർഷം മുൻപ് പാർട്ടി വിട്ട് ജനതാദളിൽ ചേർന്നതാണ്. 10 പ്രതികളെയും വെറുതെ വിട്ട തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാരും ദീപകിന്റെ ഭാര്യ വർഷയും നൽകിയ അപ്പീലിലാണ് വിധി. ടൂറടിച്ച് കോളടിച്ച് KSRTC 52 പാക്കേജുകൾ, വർഷം 3.5 ലക്ഷം യാത്രക്കാർ, വരുമാനം 64.98 കോടി. വർഷം 3.5 ലക്ഷം വിനോദസഞ്ചാരികൾ. ഊട്ടിയും മൈസൂരുവും ഉൾപ്പെടെ 52 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്രകൾ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ടൂർ ഓപ്പറേറ്ററായി മാറുകയാണ് KSRTC. കോവിഡിന് പിന്നാലെ മലയാളികളിലുണ്ടായ യാത്രാഭ്രമം മുതലെടുക്കാനും പുതിയൊരു വരുമാന മാർഗത്തിനും വേണ്ടി 2021 നവംബറിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കുന്നത്. 2021 നവംബർ മുതൽ 2025 ഫെബ്രുവരി വരെ ബജറ്റ് ടൂറിസത്തിലൂടെ 64.98 കോടി രൂപയുടെ വരുമാനവും ലഭിച്ചു. തമിഴ്നാട്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ സഹകരണത്തോടെ ഇതര സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ യാത്രകൾ ആരംഭിക്കാനുള്ള നീക്കം അന്തിമഘട്ടത്തിലാണ്. റെയിൽവേയുടെ സഹകരണത്തോടെ ഓൾ ഇന്ത്യ ടൂർ പാക്കേജും ഉടൻ ആരംഭിക്കും. ഇതിന് IRCTCയുമായാണ് കൈകോർക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യമൊരുക്കാൻ സ്വകാര്യ സംരംഭകരിൽ നിന്നും പങ്കാളിത്തം തേടിയിട്ടുണ്ട്. 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം. ഗെയിം ഓഫ് ത്രോൺസിലെ ഡെയർ ചെന്നായ്ക്കൾക്ക് ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനർജന്മം. ന്യൂയോർക്ക്. 12,500 വർഷം മുൻപ് മൺമറഞ്ഞുപോയ ഡെയർ വുൾഫ് എന്ന ചെന്നായിയെ ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയിലൂടെ US ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോ സയൻസസ് പുനഃസൃഷ്ടിച്ചു. രഹസ്യ കേന്ദ്രത്തിലാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ട 3 ഡെയർ വുൾഫുകളെ പാർപ്പിച്ചിരിക്കുന്നതെന്ന് കൊളോസിയൽ CEO ഒബൻ ലാം അറിയിച്ചു. ഇതിൽ ആൺ ചെന്നായകളായ റോമുലസ്, റെമുസ് എന്നിവ കഴിഞ്ഞ വർഷം ഒക്ടോബറിലും പെൺചെന്നായ ഖലീസി ഈ വർഷം ജനുവരിയിലുമാണ് ജനിച്ചത്. സൂപ്പർ ഹിറ്റ് TV പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസിലൂടെ പ്രശസ്തമായ ജീവിയാണ് ഡെയർ വുൾഫുകൾ. വംശനാശം സംഭവിച്ച് മറഞ്ഞ ജീവികളെ തിരികെ എത്തിക്കാനുള്ള എക്സ്റ്റിങ്ഷൻ ഗവേഷണ മേഖലയിലെ നിർണായക കാൽവെപ്പാണ് സംഭവം. എന്നാൽ ആദിമകാലത്തെ വംശനാശം പ്രകൃതിദത്തമായിരുന്നെന്നും ഇത്തരത്തിൽ നശിച്ചുപോയ ജീവികളെ തിരികെ കൊണ്ടുവരുന്നത് പ്രകൃതിയുടെ ക്രമത്തിന് ദോഷമാണെന്നും എതിർസ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട്. സൃഷ്ടിച്ചത് ജനിതക മാറ്റം വരുത്തിയ ഗ്രേ വുൾഫിനെയാണെന്നും ഇത് ഡെയർ വുൾഫ് അല്ലെന്നും മറ്റു ചില ശാസ്ത്രജ്ഞർ വിമർശനമുന്നയിച്ചു. പുനഃസൃഷ്ടി ഇങ്ങനെ. ഡെയർ വുൾഫിന്റെ 13,000 വർഷം പഴക്കമുള്ള ഒരു പല്ല്, 72,500 വർഷം പഴക്കമുള്ള തലയോട്ടി എന്നിവയിൽ നിന്ന് DNA വേർതിരിച്ചു. നിലവിലുള്ള ഗ്രേ വുൾഫ് ഭ്രൂണത്തിന്റെ ജനിതക ഘടനയിൽ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. ഡെയർ വുൾഫിന്റെ സവിശേഷതകൾ കിട്ടുന്ന വിധമായിരുന്നു ഈ പ്രക്രിയ. പരിഷ്കരിക്കപ്പെട്ട ഈ DNA ഗ്രേ വുൾഫിന്റെ അണ്ഡത്തിൽ സന്നിവേശിപ്പിച്ചു. ലാബിൽ കുറച്ചുനാൾ വികസിപ്പിച്ച ശേഷം ഈ ഭ്രൂണം ഹൗണ്ട് വിഭാഗത്തിൽപ്പെടുന്ന നായകളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. നായ്ക്കൾ ഡെയർ വുൾഫുകളെ പ്രസവിച്ചു. ബ്രഹ്മകുമാരീസ് മേധാവി ദാദി രത്തൻ മോഹിനി അന്തരിച്ചു. ജയ്പൂർ. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് മേധാവി രാജയോഗിനി ദാദി രത്തൻ മോഹിനി 101 വയസ്സ് അന്തരിച്ചു. ബ്രഹ്മകുമാരീസ് രൂപീകരണ വേളയിലുണ്ടായിരുന്ന പ്രമുഖരിലെ അവസാനത്തെയാളാണ്. അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ. ഭൗതിക ശരീരം ഇന്നലെ രാവിലെ മൗണ്ട് അബുവിൽ അടിവാരമായ ശാന്തിവനിലെത്തിച്ചു. അവിടെ നിന്ന് നാളെ വിലാപയാത്രയായി മൗണ്ട് അബുവിലേക്കും അവിടെ നിന്ന് ഗ്യാൻ സരോവറിലും തുടർന്ന് അബു റോഡിലും എത്തിക്കും. ബ്രഹ്മകുമാരീസ് ആഗോളതലത്തിൽ അടിത്തറയുറപ്പിക്കുന്നതിന് സുപ്രധാന സംഭാവനകൾ നൽകിയ ദാദി രത്തൻ മോഹിനിയുടെ ജനനം അഭിവക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധിലെ ഹൈദരാബാദിൽ 1925 മാർച്ച് 25-നായിരുന്നു.
ലക്ഷ്മി എന്നായിരുന്നു യഥാർത്ഥ പേര്. 12-ാം വയസ്സു മുതൽ ഓം മണ്ഡലിലെ പിതാശ്രീ ബ്രഹ്മബാബയുടെ ശിക്ഷണത്തിലായി. 1936-ൽ ബ്രഹ്മബാബ ബ്രഹ്മകുമാരീസ് സ്ഥാപിക്കുമ്പോൾ സജീവ പ്രവർത്തകയായി. രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് ബ്രഹ്മകുമാരീസ് ആസ്ഥാനം മാറ്റിയപ്പോൾ നേതൃനിരയിലുണ്ടായിരുന്നു. ജപ്പാനിൽ 1954-ൽ നടന്ന വേൾഡ് പീസ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. ജപ്പാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ 1 വർഷം നീണ്ട യാത്രകൾ ബ്രഹ്മകുമാരീസിന്റെ ആഗോള സാന്നിധ്യം ശക്തമാക്കാൻ സഹായിച്ചു. ദാദി രത്തൻ മോഹിനിയുടെ വേർപാടിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. കൊച്ചിയിൽ കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററിന് ഇന്ത്യ-UAE ധാരണ. കൊച്ചിയിലും ഗുജറാത്തിലെ വാടിനാറിലും കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ ആരംഭിക്കാൻ ഇന്ത്യയും UAEയും തമ്മിൽ ധാരണ. UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം ആരംഭിക്കാനുള്ള ധാരണാപത്രം കൊച്ചിൻ ഷിപ്പ്യാർഡും ദുബായ് DP വേൾഡിന്റെ കീഴിലുള്ള ഡ്രൈഡോക്ക് വേൾഡും ഒപ്പിട്ടു. ദുബായിൽ അഹമ്മദാബാദ് IIMന്റെ ക്യാമ്പസ് ആരംഭിക്കും. സെപ്റ്റംബറിൽ ഇവിടെ ആദ്യ MBA കോഴ്സ് ആരംഭിക്കും. ദുബായിലെ ഇന്ത്യ പവലിയൻ എക്സ്പോ സിറ്റിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ആദ്യ രാജ്യാന്തര ക്യാമ്പസ് തുറക്കാനും ധാരണയായി. ഗാന്ധിജിയുടെ കണ്ണടയും വടിയും മോഷ്ടിക്കാം, ആശയങ്ങൾ അവർക്ക് പിന്തുടരാനാവില്ലെന്ന് ഖാർഗെ. ഗാന്ധിജിയുടെ കണ്ണടയും വടിയും മോഷ്ടിക്കാമെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ പിന്തുടരാൻ മോഷ്ടാക്കൾക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. BJPയുടെയും സംഘപരിവാറിന്റെയും ആളുകൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ഗാന്ധി വിരുദ്ധ പ്രത്യയശാസ്ത്രക്കാർക്ക് കൈമാറുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. BJP ഇപ്പോൾ വർഗീയ വിഭജനം നടത്തി അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ വിഭവങ്ങൾ നിയന്ത്രിച്ച് ഒരു സംഘത്തിന്റെ കുത്തക സൃഷ്ടിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ സ്മാരകത്തിൽ കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശീയ നേതാക്കൾക്കെതിരെ ആസൂത്രിത ഗൂഢാലോചനയാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യസമരത്തിന് സംഭാവന ചെയ്യാത്തവരും സ്വന്തമായി നേട്ടമൊന്നും കാണിക്കാനില്ലാത്തവരുമാണ് ഇത് ചെയ്യുന്നത്. സർദാർ പട്ടേലും നെഹ്റുവും എതിരായിരുന്നുവെന്ന് കാട്ടാൻ ഇവർ ശ്രമിക്കുന്നു. ഇവർ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. 1937-ലെ പ്രവിശ്യ തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ നെഹ്റുവിനെ പൂക്കളാൽ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് പട്ടേൽ പറഞ്ഞതടക്കമുള്ള രേഖകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. RSS വിരുദ്ധമായിരുന്നു സർദാർ പട്ടേലിന്റെ ആശയം. RSSന് നേരെ ആരോപണമുന്നയിച്ച അദ്ദേഹം സംഘടനയെ നിരോധിച്ചു. ബാബ അംബേദ്കറെ ഭരണഘടനാ കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കിയതിൽ ഗാന്ധിജിക്കും പട്ടേലിനും വലിയ പങ്കുണ്ട്. 1949 നവംബർ 25-ന് ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ സഹകരണമില്ലാതെ ഭരണഘടന നിർമ്മിക്കപ്പെടുമായിരുന്നില്ല എന്നാണ്. ഭരണഘടനയുണ്ടാക്കിയപ്പോൾ ഗാന്ധിജി, നെഹ്റു, ഡോക്ടർ അംബേദ്കർ, കോൺഗ്രസ് എന്നിവരെ RSS വിമർശിച്ചെന്നും ഖാർഗെ പറഞ്ഞു. സുപ്രീം കോടതി വിധി രാഷ്ട്രീയ ദുരുപയോഗത്തിന് ഇരുട്ടടി. തമിഴ്നാട്ടിലെ സംഭവവികാസങ്ങളാണ് വിധിക്ക് അടിസ്ഥാനമെങ്കിലും അതവിടെ പരിമിതപ്പെടില്ല എന്നും മാതൃഭൂമി വിലയിരുത്തുന്നു. ഫെഡറലിസത്തിന് ഏൽക്കുന്ന ആഘാതങ്ങൾക്കുമേലുള്ള രക്ഷാകവചമാണ് സുപ്രീംകോടതി ചരിത്രപരമായ വിധിയിലൂടെ ഉറപ്പിച്ചത്. സംസ്ഥാന സർക്കാരുകളുടെ അവകാശങ്ങളും അധികാരങ്ങളും രാഷ്ട്രീയ ആയുധവും ഉപയോഗിച്ച് വെട്ടിയൊതുക്കാൻ ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രീയത്തിനിടയിൽ പുറത്തുവന്ന വിധി പുനർചിന്തയ്ക്ക് വഴിയൊരുക്കും. അതേസമയം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ രാഷ്ട്രീയ ദൗത്യവാഹകരാക്കുന്നുവെന്ന വിമർശനം നേരിടുന്ന BJPക്കും കേന്ദ്ര സർക്കാരിനും കോടതി നിലപാടിൽ കൈപൊള്ളി. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതുമയല്ല. എന്നാൽ പ്രതിപക്ഷ ഭരണങ്ങളെ അട്ടിമറിക്കാനും രാഷ്ട്രീയ ലക്ഷ്യമുറപ്പിച്ച് സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാനും നിയമനിർമ്മാണ പ്രക്രിയകളെ തടഞ്ഞിടുന്ന പ്രവണത സമകാലിക രാഷ്ട്രീയത്തിന്റെ തന്ത്രപ്രധാന സംഭാവനയെന്നാണ് ആരോപണം. കേരളത്തിന്റെ പോരാട്ടത്തിന്റെ പ്രസക്തി അടിവരയിടുന്ന വിധിയെന്ന് മുഖ്യമന്ത്രി.
തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ചതിനെതിരെയുള്ള സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിയമപോരാട്ടത്തിൽ പ്രസക്തിക്ക് അടിവരയിടുന്നതാണ് വിധി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ 23 മാസം വരെ തടഞ്ഞുവെച്ച അവസ്ഥ കേരളത്തിലുണ്ട്. ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ സുപ്രീംകോടതി വ്യക്തമാക്കിയതാണ്. അതിലുപരി ഈ വിധിയിൽ ബില്ലുകൾ പാസാക്കുന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. നിയമനിർമ്മാണ സഭയുടെ അധികാരം ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീതുകൂടിയാണ് വിധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ വിധിയെന്ന് CPM. ചരിത്രപരമായ വിധിയാണ് സുപ്രീംകോടതി നൽകിയതെന്ന് CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് ഗവർണർമാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ വിധി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന പ്രവണത ഒഴിവാക്കി പുതിയ കീഴ്വഴക്കത്തിന് ഇത് വഴിവെക്കും. കോടതി വിധി ഏകാധിപത്യത്തോടെയുള്ള പോരാട്ടത്തെ കരുത്തുറ്റതാക്കുകയും സംസ്ഥാന സർക്കാരുകളുടെ അവകാശ സംരക്ഷണത്തിന് ഇടയാക്കുമെന്നും CPM പറഞ്ഞു. കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ അന്തരിച്ചു. മഞ്ചേരി 7ാം ക്ലാസ്സുകാരിയായ മകളെ ബലാത്സംഗം ചെയ്തു കൊന്നയാളെ വെടിവെച്ചു കൊന്ന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട മഞ്ചേരി എളങ്കൂർ ചാരങ്കാവിൽ ശങ്കരനാരായണൻ 75 വയസ്സ് അന്തരിച്ചു. ഏകമകളുടെ മരണത്തിനു ശേഷം കണ്ണീരുണങ്ങാത്ത ജീവിത വഴിയിൽ നിന്നാണ് ചൊവ്വാഴ്ച ശങ്കരനാരായണൻ വിട പറഞ്ഞത്. 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടു വരുന്ന വഴിയിൽ വെച്ചാണ് കൃഷ്ണപ്രിയയെ അയൽവാസിയായ കുന്നുമ്മൽ മുഹമ്മദ് ബലാത്സംഗം ചെയ്തു കൊന്നത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി 2002 ജൂലൈ 27 വെടിയേറ്റു മരിച്ചു. പിന്നാലെ ശങ്കരനാരായണൻ പോലീസിൽ കീഴടങ്ങി. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശങ്കരനാരായണന് ജീവപര്യന്തവും മറ്റു 2 പേർക്ക് 3 വർഷം വീതം തടവും ശിക്ഷ വിധിച്ചു. എങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ 2006 മെയ്യിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടു. ഭാര്യ ശാന്തകുമാരി, മറ്റു മക്കൾ കൃഷ്ണപ്രസാദ്, രാമപ്രകാശ്, മരുമക്കൾ ഗ്രീഷ്മ. ഗസയിൽ ക്രൂരതയ്ക്ക് കുറവില്ല. 58 മരണം. വെസ്റ്റ് ബാങ്കിൽ 30-കാരിയായ അമാന യാക്കൂബിനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ഗസ സിറ്റി. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഗസയിൽ ഇസ്രായേലിൽ തുടരുന്ന വംശഹത്യയിൽ 24 മണിക്കൂറിനിടെ 58 പേർ കൊല്ലപ്പെട്ടു. 213 പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രായേൽ പുനരാരംഭിച്ച കനത്ത ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ മാത്രം 1499 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ദർ അൽ ബലാഹിൽ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിലാണ് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 2 വയസ്സുകാരനടക്കം 5 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുമെന്ന് അൽ അക്സ ആശുപത്രി അറിയിച്ചു. ദർ അൽ ബലാഹിൽ തന്നെ മറ്റൊരു വീടും ബോംബിട്ട് തകർത്തു. 4 പേർ കൊല്ലപ്പെട്ടു. ബേത്ലാഹിയയിൽ വീടാക്രമിച്ച് കുടുംബത്തിലെ 7 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഗസ സിറ്റിയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ പൊതുസ്ഥലത്ത് കൂടി നിന്ന ആൾക്കൂട്ടത്തിനു നേരെ സേന ബോംബിട്ടു. 4 പേർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു. ചൊവ്വാഴ്ച വെസ്റ്റ് ബാങ്കിൽ 30-കാരിയായ അമാന യാക്കൂബിനെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ജൂത കുടിയേറ്റ മേഖലയ്ക്ക് അടുത്തുള്ള ട്രാഫിക് ജംഗ്ഷനിലാണ് സംഭവം. തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതിനാലാണ് വെടിവെച്ചതെന്ന് സൈന്യം ന്യായീകരിച്ചു. ഇതിനിടെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി വളപ്പിലെ ടെന്റുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഫോട്ടോ ജേർണലിസ്റ്റ് അഹമ്മദ് മൻസൂറാണ് കൊല്ലപ്പെട്ടത്. US-ലെ യുദ്ധകാല നിയമപ്രകാരം നാടുകടത്താൻ കോടതി അനുമതി. യുദ്ധകാല നിയമപ്രകാരം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ US സുപ്രീം കോടതി അനുമതി. 18-ാം നൂറ്റാണ്ടിലെ ഏലിയൻ എനിമീസ് ആക്ട് പ്രകാരം വെനിസ്വേലൻ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം തടഞ്ഞ ഫെഡറൽ കോടതി ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അതേസമയം നാടുകടത്തുന്നതിനു മുൻപ് നിയമ നടപടി സ്വീകരിക്കാൻ കുടിയേറ്റക്കാർക്ക് ഭരണകൂടം അവസരം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഏതൊരു വിദേശ പൗരനെയും തടവിലിടാനും നാടുകടത്താനും പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്നതാണ് 1798-ലെ നിയമം. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.